തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി UDF അവിശുദ്ധ കൂട്ടുകെട്ടെന്ന ആരോപണം കടുപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 4 വോട്ട് കിട്ടാൻ നാടിന്റെ പാരമ്പര്യം കോൺഗ്രസ് പണയം വയ്ക്കുകയാണെന്ന് മുഖ്യമന്ത്രി ആഞ്ഞടിച്ചു. ഈ തെരഞ്ഞെടുപ്പില് പരസ്യമായ രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കാനാണ് കോൺഗ്രസും UDFും ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്ന് തയ്യാറായിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമി മറ്റ് മുസ്ലിം വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നത് പോലുള്ള ഒരു പ്രവർത്തന രീതിയല്ല സ്വീകരിക്കുന്നത്. ഇപ്പോൾ അങ്ങനെയുള്ള ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിക്കുക എന്നത് അങ്ങേയറ്റം ആത്മഹത്യാപരമായ നിലപാടാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. 4 വോട്ട് കിട്ടുമെങ്കിൽ അത് പ്രധാനമാണ് എന്ന് കണക്കാക്കി ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള അവിശുദ്ധ സഖ്യത്തിനാണ് കോൺഗ്രസ് തയ്യാറായിട്ടുള്ളത്. ഇന്ത്യയിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളും ഹിന്ദുത്വവാദികളും ഒരേ തൂവൽ പക്ഷികളാണ്. മുഖ്യമന്ത്രിയുടെ പ്രതികരണം അനുഭവങ്ങളുടെ വെളിച്ചത്തിലെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തിരിച്ചടിച്ചു. ഏത് പശ്ചാത്തലത്തിലായാലും ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടൊന്നും UDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. ഒരുപക്ഷെ അനുഭവത്തിന്റെ വെളിച്ചത്തിലായിരിക്കും മുഖ്യമന്ത്രി അത് പറഞ്ഞത്. കാരണം അവരും ജമാഅത്തുമായിട്ടൊക്കെ ബന്ധം നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതപ്പോൾ അവർ ആത്മഹത്യ ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല. വിപിൻ സി വിജയൻ വിശദാംശങ്ങളുമായി. വിപിൻ, ഇതിൽ പരസ്യമായ സഖ്യമുണ്ട് എന്ന് മുഖ്യമന്ത്രി പറയുന്നു, നീക്കുപോക്കുകളുണ്ട് എന്നുള്ളത് ഇതിനു മുൻപ് തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ സമ്മതിച്ചതുമാണ്. ഏതായാലും ഈ വിഷയം തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല അതിനപ്പുറത്തേക്ക് വളരുന്ന ഒരു രാഷ്ട്രീയ വിഷയമായി മാറുകയാണല്ലേ? അനുജ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അതിന്റെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ഈ UDF ജമാഅത്തെ ഇസ്ലാമി സഖ്യം എന്നുള്ള ഇതിന് മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ള ആരോപണം അത് തന്നെ ഒരു പ്രധാന പ്രചാരണ ആയുധമാക്കുകയാണ് LDF. ഇന്നിപ്പോൾ എറണാകുളത്ത് LDFന്റെ കൺവെൻഷൻ ഇതാ ആരംഭിക്കാൻ പോവുകയാണ്. ഇന്ന് രാവിലെ ഇവിടെ നടന്ന മുഖാമുഖം പരിപാടിയിൽ തന്നെയായിരുന്നു മുഖ്യമന്ത്രി ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ആഞ്ഞടിച്ചത്. ഒരുപക്ഷെ നമ്മൾ നിലമ്പൂർ തിരഞ്ഞെടുപ്പിലൊക്കെ അന്നും ഈ ഒരു ആരോപണമായിരുന്നു പ്രധാനമായും പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു 4 വോട്ടുകൾക്ക് വേണ്ടി നാടിന്റെ പാരമ്പര്യം കോൺഗ്രസ് തകർക്കുകയാണ്, അത് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടാണ് കൂട്ടുകൂടുന്നത്. ഈ മുസ്ലിം സമുദായങ്ങളിലുള്ള സംഘടനകൾ തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിയെ അംഗീകരിക്കുന്നില്ല. ഒപ്പം BJPയുമായി രാജ്യത്തെ പല ഭാഗങ്ങളിലും ഒരു സഖ്യമുണ്ടാക്കാൻ വരെ ജമാഅത്തെ ഇസ്ലാമി തുനിയുന്നു. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി ഒപ്പം തന്നെ BJP കൂട്ടുകെട്ട് നടക്കുന്ന ആ ഒരു ഘട്ടത്തിൽ അത് UDF ആ വോട്ടുകൾ എങ്ങനെയൊക്കെ നേടാം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടാണ് അവർ ശ്രമിക്കുന്നത്. അതാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നാടിന് ദോഷം ചെയ്യും, കോൺഗ്രസിന് ഒരു പാരമ്പര്യമുണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട് നിശിത വിമർശനമാണ് LDF ഇപ്പോൾ ഇന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ഇതിനിടയിൽ LDFുമായിട്ടുള്ള ചില സഖ്യങ്ങൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ജമാഅത്തെ ഇസ്ലാമിയും ഒപ്പം തന്നെ കോൺഗ്രസ് ഒക്കെ പറയുന്നതാണ്. ആ ആരോപണത്തിന് മുഖ്യമന്ത്രി പറഞ്ഞത് ചില സ്ഥാനാർത്ഥികളെ നോക്കിയായിരുന്നു മുൻപ് അത്തരത്തിൽ ഒരു നീക്കുപോക്കുകളൊക്കെ ഉണ്ടായിരുന്നത്. ഒരു പക്ഷേ അങ്ങനെ അപൂർവമായ ചില സഖ്യങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ള ഒരു വിശദീകരണമാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഈ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പരാമർശത്തിനെതിരെ രംഗത്ത് വരികയും അദ്ദേഹം പറഞ്ഞത് ഇതുവരെ അങ്ങനെ ഒരു സഖ്യമില്ല, ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഒരു സഖ്യമില്ല, അത് കൂട്ടുകൂടിയിരുന്നത് LDF ആണ്, ചില നീക്കുപോക്കുകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പരസ്യമായോ രഹസ്യമായോ ചില നീക്കുപോക്കുകൾ ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയായി തന്നെ നിലനിൽക്കുകയാണ്. പക്ഷേ അതൊരു രാഷ്ട്രീയ ആയുധമായി മാറുകയാണ് ഈ അവസാന ലാപ്പിലേക്ക് വരുമ്പോൾ. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിലും ജമാഅത്തെ ഇസ്ലാമി UDF കൂട്ടുകെട്ട് എന്നുള്ളത് തന്നെയായിരിക്കും ഒരുപക്ഷെ LDFന്റെ പ്രധാനമായിട്ടുള്ള ഒരു ചർച്ചാ വിഷയമാക്കാൻ ഒരുങ്ങുകയും ചെയ്യുന്നത്. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.